ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ അരൂർ മുതൽ കൃഷ്ണപുരം വരെയുള്ള ഭാഗത്ത് ക്ഷേത്രങ്ങളുടെ ഭൂമിയും കെട്ടിടങ്ങളും ഏറ്റെടുത്തതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിച്ചത് 28 കോടി രൂപ. വിവരാവകാശ നിയമപ്രകാരം VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയലിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഭൂമി വില സംസ്ഥാന സർക്കാരിനും കെട്ടിടത്തിന്റെ വില ദേവസ്വം ബോർഡിനുമാണ് നൽകിയിട്ടുള്ളത്. ക്ഷേത്രങ്ങൾക്ക് താന്ത്രിക ചടങ്ങുകൾ നടത്തുന്നതിനും പുനഃപ്രതിഷ്ഠ തുടങ്ങിയ ചടങ്ങുകൾ നടത്തുന്നതിനും പ്രത്യേകമായ തുക അനുവദിച്ചിട്ടില്ലെന്നും ദേശീയപാത അക്വസിഷൻ വിഭാഗം നൽകിയ മറുപടിയിൽ പറയുന്നു. ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. ഭൂമി ഏറ്റെടുത്ത ക്ഷേത്രങ്ങൾ മതിൽ കെട്ടി സംരക്ഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പല ക്ഷേത്രങ്ങളുടെയും നിലവിലെ കെട്ടിടങ്ങൾ പലതും അത്യന്തം ശോചനീയാവസ്ഥയിലാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം ലഭിച്ച ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിന്റെ അവസ്ഥ ദയനീയമാണ്. ദേശീയപാതയോരത്തെ ക്ഷേത്രക്കുളം മലിനമാണ്. സംരക്ഷണ വിധിയുമില്ല. മതിൽ കെട്ടി സംരക്ഷിക്കാനും നടപടിയില്ല. മീൻവണ്ടികളിൽ നിന്നുള്ള മലിനജലം ക്ഷേത്രക്കുളത്തിലേക്ക് ഒഴുകുന്നതായും പരാതികൾ ഉയരുന്നു.